ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് ചെമ്പ്ര സ്കൂളിലാണ്. ചെമ്പ്ര സ്കൂളിലെ 2025 എക്സിബിഷൻ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയ്ക്ക് നേരെ പോകാം. നമുക്ക് അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾ വരും, നേരെ വീഡിയോയ്ക്ക് വരും. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ശാസ്ത്രീയ മനോഭാവം വിലയിരുത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ശാസ്ത്രമേള. അത് വളരെ മികച്ച രീതിയിൽ തിരൂർ ഉപജില്ലയിൽ നടക്കുന്നുണ്ട്. ജഡ്ജസ് പോയി കഴിഞ്ഞു. തിരൂർ ഉപജില്ല ശാസ്ത്രമേള ഇപ്രാവശ്യം പ്രധാനമായി 2 സ്കൂളിലായിട്ടാണ്. ANUPS ചെമ്പ്രയിലും അതുപോലെ JM ഹൈസ്കൂൾ കൂടെയാണ് നടത്തുന്നത്. അതിനോടൊപ്പം കോട്ട് സ്കൂളും AMUP സ്കൂൾ കോട്ട് ഇതിനോട് സഹകരിക്കുന്നുണ്ട്. കാരണം സയൻസിൻ്റെ മത്സരങ്ങളിൽ ഇപ്രാവശ്യത്തെ മത്സരാർത്ഥികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ കളക്ഷൻ ചാർട്ട്, സിമ്പിൾ എക്സ്പെരിമെൻ്റ് തുടങ്ങിയ ഐറ്റങ്ങളിലൊക്കെ ഇപ്രാവശ്യം LP ഡിവിഷനിൽ കുറേ കുട്ടികളുടെ പങ്കാളിത്തമുണ്ട്. അതുകൊണ്ട് നമ്മൾ കോട്ട് സ്കൂളിലും കൂടി വെന്യൂ ആക്കിയിട്ടുണ്ട്. അവിടെയാണ് LP മത്സരങ്ങൾ നടക്കുന്നത്. മത്സരങ്ങളെല്ലാം പുരോഗമിച്ചു. ജഡ്ജിങ് ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ മികച്ച രീതിയിലാണ് LP കുട്ടികളുടെ പ്രാതിനിധ്യം കാണുന്നത്. ഏകദേശം ഒരു 3 മണിയോടുകൂടി എല്ലാത്തിൻ്റെയും ജഡ്ജിങ് തീർക്കാമെന്ന് കരുതുന്നു. ഈ വർഷത്തെ തിരൂർ സബ് ജില്ലാ ശാസ്ത്രമേളയിലെ മറ്റൊരു സവിശേഷത, LP വിഭാഗത്തിൽ നിന്ന് എല്ലാ വിഭാഗത്തിനും കുട്ടികളുടെ പങ്കാളിത്തം, സ്കൂളുകളുടെ പങ്കാളിത്തം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ക്രമീകരണങ്ങളൊക്കെ അടുത്ത വർഷത്തേക്ക് ഓരോ വർഷവും ഒരു 10% എന്ന രീതിയിൽ എല്ലാ സ്കൂളുകളിലും പങ്കാളിത്തം വർദ്ധിച്ചു വരികയാണ്. എല്ലാ സ്കൂളുകളും ഇതിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രായോഗികമായ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള സമീപനങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അടുത്ത വർഷത്തേക്ക് ഒരു മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് ഇത് ഒരു മാതൃകയാണ്. എല്ലാ മികച്ച സൗകര്യങ്ങളാണ് ഈ 2 വിദ്യാലയങ്ങളും ഒപ്പം പിന്നെ സയൻസിൻ്റെ LP വിഭാഗത്തിലെ കോട്ട് സ്കൂളും നമുക്ക് ഒരുക്കി തന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം നമുക്ക് മികച്ച രീതിയിൽ ഇത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഒരു സന്തോഷമുണ്ട്. ഇത്തവണ കുട്ടികളുടെ സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് എല്ലാം പ്രത്യേകം അതായത് കുട്ടികൾ ഒതുങ്ങി, അതായത് കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കാത്ത രീതിയിൽ എല്ലാ കുട്ടികളെയും കൃത്യമായ സ്ഥലത്ത് ഇരുത്തുന്ന രീതിയിൽ, പുറത്തും അതെ ഓരോ ക്ലാസ്സിൻ്റെയും കൃത്യമായ രീതിയിൽ ക്ലാസ് ക്രമീകരിച്ചിട്ട് ഉള്ള ലിസ്റ്റും കൂടി പുറത്ത് ഒട്ടിച്ചാണ് നമ്മൾ ഈ വർഷം ക്രമീകരണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആർക്കും തന്നെ ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കൃത്യസമയത്ത് തന്നെ ജഡ്ജ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഓരോ സ്കൂളിനും അലോട്ട് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് കൃത്യമായിട്ട് അവരിയ്ക്കുന്നത്. എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതുവരെ യാതൊരു പരാതികളും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാം വളരെ വിജയപ്രദമാകുമെന്നുള്ള വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു. ഈ ബിൽഡിങ്ങിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വർക്കിംഗ് മോഡൽ UP വിഭാഗം. അത് ഓരോ ക്ലാസ് റൂമിലും നമ്മൾ കൃത്യമായിട്ട് ആ സ്കൂളിൻ്റെ പേരുകൾ കൃത്യമായിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ആ വിദ്യാലയങ്ങളിലെ കുട്ടികൾ മാത്രമാണ് ആ സ്കൂളിൽ ഇതിനു വേണ്ടിയിട്ട് പങ്കെടുക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന വ്യത്യസ്തമായിട്ട് ഓരോ ക്ലാസ് റൂമിലും അത്തരത്തിലുള്ള ഒരു ക്രമീകരണം നമ്മൾ ഇപ്രാവശ്യം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുഗമമായ നടത്തിപ്പിന് വളരെ പ്രയോജനമായെന്ന് കരുതുന്നു. UP വിഭാഗം കുട്ടികളുടെ വർക്കിംഗ് മോഡൽ 2ാമത്തെ സ്റ്റാളാണ്. 6 വിദ്യാലയങ്ങളിലെ കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഓരോ വിഭാഗത്തിനും കൃത്യമായിട്ട് അവർക്ക് നിശ്ചിതപ്പെടുത്തിയിട്ടുള്ള ആ ഒരു സ്ഥലത്തും ആണ് ഇത് മുഴുവൻ അവർ ക്രമീകരിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ കുട്ടികൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടികൾ നിങ്ങളോട് നിർദ്ദേശിക്കും. ഇതാണ് സോളാർ ട്രാക്കർ. ഇത് ഫ്ലഡ് അലാറാണ്. വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാല് കുറെ ഉപയോഗങ്ങളായിട്ട് ഉപയോഗിക്കാം. നമുക്ക് വേണമെങ്കിൽ ഗാർഡനിങ്ങിന് അങ്ങനത്തെ കുറെ കാര്യങ്ങളായിട്ട് ഉപയോഗിക്കാം. അതാ ഇതാണ് ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ കുറെ വീഡിയോകൾ. ഇങ്ങനെയാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയത്. കുറേ സമയം എടുത്ത് ഇതാക്കിയിട്ടൊക്കെയാണ്.
സമുദ്രം പറഞ്ഞിട്ടാ. ഇതിപ്പോൾ അതിനുള്ളിൽ വെള്ളം ഒഴിച്ച് ഉം. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അലക്കാനുള്ള ഡ്രസ്സ് എന്ത് ചെയ്യും നേരെ തന്നെ വാഷ് ചെയ്യാടില്ല. എന്ത് ചെയ്യുക, ഫസ്റ്റ് ഈ ഒരു ഇതിനുള്ളിൽ കൊടുക്കും. ഉം. എന്നിട്ട് ഇതിങ്ങനെ ഇതാവും. ഓക്കെ. അതിങ്ങനെ കൊടുക്കല്ലേ? ഇത് നേരെ ഒരു റീചാർജബിൾ ബാറ്ററി ഉണ്ട്, നമുക്ക് റീചാർജ്. പിന്നെ ദാ ഈ സാധനം മാറ്റി നമുക്ക് ഇത് വെക്കാം. ഇത് വെക്കുമ്പോൾ എന്ത് ചെയ്യും, വലിയ ഫാൻ വെക്കാം കേട്ടോ. പിന്നെ കാറ്റ് കിട്ടും. ഇനിയിപ്പോൾ ആ തണുത്ത കാറ്റ് വരുന്നെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനുള്ളിൽ ഐസ് ഇടുക. ഐസ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, തണുത്ത കാറ്റ് നല്ല നല്ല എയർ വരും. പിന്നെതാ ഇത് എന്താ ഉപയോഗിക്കണ ഒരു യന്ത്രമാണ്. ഭൂമി ഉൽക്കം വരെ മുൻകൂട്ടി അറിയാൻ പറ്റും ഇതില്. അങ്ങനെ അങ്ങനെ. നിങ്ങൾ ഏത് സ്കൂളാണിത്? ഞങ്ങള് ചേന്നര വി പി സ്കൂള്. ചേന്നര. ഓക്കെ. ഇത് ആരെ കണ്ടുപിടിച്ചിട്ടുണ്ട്? ജോൺ മിന്ന. ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചാണ്. നിങ്ങളത് ഇവിടെ അതിന്റെ ഒരു മോഡല്. കാറ്റാടി വർക്ക് ചെയ്യുന്നത് സ്കൂൾ ഏതാണ്? GPS ചെമ്പ്രോട്ടം. ഇതൊക്കെ പെട്ടെന്ന് കാറ്റാടി, പിന്നെ ഇതേതാണ് സോളാറ്. അത് നമ്മളെ ജലത്തിൽ നിന്ന് വൈദ്യുതി. അടുത്ത സ്ഥലത്തേക്ക് പോവാം. നിങ്ങൾ ഏത് സ്കൂള്? മലബാർ HSS ആൽത്തിയൂർ. ഇത് ഫാക്ടറിയിൽ നിന്ന് പുറപ്പെടുന്ന പുകരാസവസ്തുക്കൾ ശുദ്ധീകരിക്കുന്ന മെഷീൻ. നമുക്ക് അടുത്ത് നേരെ പോവാം. ഹായ് കുട്ടികളെ, ഇതെന്ത് സംഭവം? വാട്ടർ ടർബൈൻ. നിങ്ങളേത് സ്കൂളിൽ ചെമ്പ്ര സ്കൂളിൽ നിന്നാണ്? ഇതിന് വാട്ടർ ഫിൽട്ടർ ചെയ്യാം, പമ്പ് ചെയ്തിട്ട് ഒക്കെ വൈദ്യുതി ഉണ്ടാക്കണേ. ഓക്കെ. നേരം ഇങ്ങോട്ട് പോവാം. ഇവിടെ തിരിച്ചു കഴിഞ്ഞാല് ഇതെന്താ കുട്ടാ? തെർമൽ പവർ പ്ലാന്റ്. നിങ്ങളെ സ്കൂൾ ഏതാ? പരന്നേക്കാട്. നമുക്ക് നേരെ ഇതെന്താ സംഭവം? റെസിസ്റ്റർ ഇൻഡിക്കേറ്റർ. വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ. അത് നമ്മളെ മൈൻഡ് അളക്കണല്ല. ഇതെന്തിനാണ്? ഇത് ടാങ്കിൽ വെള്ളം കൂടുതലായിട്ട് ജലനഷ്ടം തടയാനായിട്ട് ഉപയോഗിക്കണ. നിങ്ങളേത് സ്കൂളാ? GM UPS BP അങ്ങാടി. വർക്കിംഗ് ആ കുഴപ്പമില്ല. വർക്കിംഗ് അവിടെ ജഡ്ജ്മെന്റ് ചെയ്യാനുള്ളല്ലേ? ജഡ്ജ്മെന്റ് കഴിഞ്ഞതാ? അന്നതിൽ ചെയ്യണ്ട. നേരം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾ ഭയങ്കര സെറ്റപ്പ് ഇട്ട സ്മാർട്ട് ഗ്രീൻ സ്കൂള്. സംഭവം ഭയങ്കര സെറ്റ്. അത് പറയും. നിങ്ങളേത് സ്കൂൾ ഏതാ? ഞങ്ങൾ MDPS UP സ്കൂൾ MDPS UP സ്കൂൾ ഏഴൂർ. ഓക്കെ. ഇത് സ്കൂളിന്റെ മാതൃക അല്ല. ഇതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരു പരിസ്ഥിതി സൗഹാർദ്ദ സ്മാർട്ട് വിദ്യാലയമാണ്. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആധുനിക കാലഘട്ടത്തിലെ വിദ്യാലയം എങ്ങനെ സ്മാർട്ടാക്കാം എന്നതിനെ കുറിച്ചാണ് ഞങ്ങളിവിടെ പറയുന്നത്. ആദ്യമായി ഞങ്ങൾ പറയുന്നത് സോളാർ പാനലുകളാണ്. ഈ വിദ്യാലയത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന സോളാർ പാനലുകൾ പകൽ മുഴുവനും ചാർജ് ചെയ്യപ്പെടുകയും പിന്നെ അതൊരു ബാറ്ററി സംവിധാനത്തിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഈ ഊർജം സ്കൂളിൻ്റെ വൈദ്യുതി ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നു. ഈ സ്കൂളിൻ്റെ ലൈറ്റ്, ഫാൻ എന്നിവ പ്രവർത്തിക്കുന്നതിന് ഇത് വളരെയധികം പ്രയോജനകരമാണ്. മഴവെള്ളം ടെറസിൽ വീണത് നേരെ പൈപ്പുകളിലൂടെ മഴവെള്ള സംഭരണി ടാങ്കിലേക്ക് പോകുന്നു. ടാങ്കിൽ സ്റ്റോർ ചെയ്യുന്നു. അത് ഫിൽട്ടർ ചെയ്ത് സ്റ്റോർ ചെയ്യുന്നു. അത് നേരെ ഫിൽട്ടർ ചെയ്ത് കിണറ്റിലേക്ക് പോകുന്നു. കിണറ്റിൽ നിന്ന് മോട്ടോറുകളുടെ സഹായത്തോടെ ടാങ്കിലേക്ക് പോകുന്നു.
ടാങ്കിൽ നിന്ന് നേരെ ഫിൽട്ടർ ചെയ്ത് കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്നു. ഫിൽട്ടർ ചെയ്യാത്ത വെള്ളം നേരെ കൃഷി ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യും. തുള്ളി നന ചെടികൾക്ക് ആവശ്യമായ വെള്ളം തുള്ളി തുള്ളിയായി നേരിട്ട് വേരുകളിൽ എത്തിക്കുന്ന ഒരു മാർഗമാണ്, ഒരു ജലസംഭരണീയ മാർഗമാണ് ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് വെള്ളം കുറച്ച് ഉപയോഗിച്ചാൽ മതി, പിന്നെ വെള്ളവും വളവും കാര്യക്ഷമമായ ഉപയോഗം, കൂടുതൽ വിളവ് ലഭിക്കുകയും ചെയ്യും. സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പറവണ്ണ. ഇന്ന് ലോകത്തിലെ വിവിധ പട്ടണങ്ങളിലും വിവിധ രാജ്യങ്ങളിലും അനുഭവപ്പെടുന്നതാണ് വായു മലിനീകരണം. അതിൻ്റെ ഒരു ഭാഗമായി ഞങ്ങൾ കൊണ്ടുവന്നതാണ് എയർ പൊല്യൂഷൻ കൺട്രോളർ. ഇതിൻ്റെ ഉപയോഗം എന്നാൽ വായു കണികകളിൽ നിന്ന് വിഷകരമായ വാതങ്ങളെ ക്ലീൻ ചെയ്ത് ഇതിലൂടെ ശുദ്ധവായു പുറപ്പെടുവിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം. ഓക്കെ, നിങ്ങളേതാ സ്കൂള്? കൊടക്കല് പറഞ്ഞില്ല, ഏത് കൊടക്കലാ? അതല്ല, ഏത് കൊടക്കൽ? കൊടക്കൽ കുറെ കൊടക്കലുണ്ട്. അപ്പൊ ഓക്കെ, പറഞ്ഞോളി. ഇതെന്താ സംഭവം? ഡിസ്പെൻസർ. ഇതെന്താ സംഭവം? എന്താ നിങ്ങളെ സ്കൂൾ ഏതാ? ഞങ്ങൾ AM UPS കാഞ്ഞിരക്കോൽ. കാഞ്ഞിരക്കോൽ. ഇതെന്താ സംഭവം? എന്താണ്? സ്വേദനം വഴി ശുദ്ധജലം എന്നുള്ള കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യണത്. ഇതില് നമ്മൾ ഉപ്പ് കലക്കിയ വെള്ളം വെച്ചിട്ടുണ്ട്, അത് ശുദ്ധജലാക്കണ പ്രക്രിയയാണ്. UPS വൈരങ്കോട്. ഇതൊരു ഫയർ സിസ്റ്റമാണ്. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ തീ പിടിക്കുമ്പോൾ നമുക്ക് ഇത് അലാറം അടിക്കും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ മിസ്റ്റും കൂടിയും രൂപപ്പെട്ടുകൊണ്ട് ഓട്ടോമാറ്റിക്കലി തീനെ അണക്കും. അതുപോലെ തന്നെ തീപിടുത്തം ഉണ്ടാകുമ്പോൾ നമ്മുടെ വാട്ടർ ആയിട്ട് എല്ലാതും അണക്കുക. അപ്പം നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ നശിച്ചു പോകും. പക്ഷെ ഇത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, കാരണം മിസ്റ്റും കാർബൺ ഡൈ ഓക്സൈഡും കാരണം പെട്ടെന്ന് തന്നെ അണഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ സാധാ തീപിടുത്തം ഉണ്ടാകുമ്പോൾ നമ്മുടെ വീടുകളിൽ കറണ്ടൊന്നും ഉണ്ടാവില്ല. തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഇതിന് സെൻസ് ചെയ്യും. അത് സെൻസ് ചെയ്യും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും മിസ്റ്റും കൂടി വരും. നമ്മൾ പുറത്ത് പോകുമ്പോഴുള്ള ഈ വാച്ച്, പേഴ്സ്, അതൊക്കെ നമുക്ക് ഇതിൽ വെച്ച് ഡിസിൻഫെക്ട് 5 മിനിറ്റ് വെച്ച് കള്ളാൻ കയറി കഴിഞ്ഞാൽ അലാറം അടിക്കും. സിമ്പിളായിട്ട് നമുക്ക് നേരം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇല്ലല്ലേ കവർ ചെയ്യും. ഓക്കെ, ഇത് നിങ്ങളെ സ്കൂള് AM UPS വെട്ടം. ഇതിന്റെ പ്രക്രിയ അങ്ങനെ. ഓക്കെ ഓക്കെ. ആൽക്കഹോൾ ഡിറ്റക്ടർ. ആൽക്കഹോൾ ഡിറ്റക്ട് അതെങ്ങനെ സംഭവം? സ്കൂളങ്ങള് ഞങ്ങൾ പച്ചാടി. ഓക്കെ ഓക്കെ. ഈ സെൻസറിൽ ആൽക്കഹോൾ ഡിറ്റക്ട് ചെയ്താല് വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവും. അങ്ങനെ. ഓക്കെ. നേരെ കിട്ടും കഴിഞ്ഞാൽ ഈ ചെറിയ കുട്ടികളെ നിങ്ങളെ സ്കൂളേ? ഓക്കെ. സംഭവം സ്ട്രീറ്റ് ലൈറ്റ് ഒന്ന് കത്തിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. മതി. ഓട്ടോമാറ്റിക് സ്ഥാനത്ത് സോളാർ. തിരൂര്. ഇതെന്താ സംഭവം? രാത്രികാലങ്ങളിൽ ഡ്രൈവർ ഉറങ്ങുന്നത് മൂലമുണ്ടാകുന്ന വാഹനാപകടം കുറയ്ക്കുന്നതിനുള്ള സംവിധാനം. ഓക്കെ, താങ്ക് യു. നേരെ കിട്ടുന്ന ഇത് കാർബൺ പ്യൂരിഫിക്കേഷൻ. ഇത് ഞാൻ അവിടെ കണ്ടു. സ്കൂൾ ഏതാ? MET ആലത്തിയൂർ. MET. യൂട്യൂബ്.
ഷെബിദിരു അടിച്ചാ പറഞ്ഞു. ഒറ്റ വാക്കിൽ ഇത് പറയും. കോട്ടി AMPP സ്കൂൾ. ഓക്കെ. ഷെബിദിരു രാവിലെ ആവുമ്പോൾ ബാറ്ററി ചാർജ് ആവുകയും രാത്രി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായി കത്തുകയും ചെയ്യും. ഒരു ഇത് കാണിച്ചു. ഇത് മാത്രം. മനസ്സിലായി. ഓക്കെ. ആ പറയും. നിങ്ങളേത് സ്കൂൾ ഏതാ? ഞങ്ങൾ ആലത്തൂർ KHMHS ആലത്തൂർ. ഇതെന്ത് സംഭവം എന്താണ്? ഇതൊരു സ്മാർട്ട് സെക്യൂർ ഹോമാണ്. സ്മാർട്ട് സെക്യൂർ ഹോം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വീട്ടില് ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കണില്ലേ? നമ്മളിപ്പോ വീട്ടിലൊക്കെ ഒരുപാട് പ്രശ്നം അനുഭവിക്കണില്ലേ? അതിനൊക്കെ ഒരു സൊല്യൂഷൻസ് എന്ന രീതിയിൽ കുറച്ച് അവയർനെസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. അലാറംസും ബസേഴ്സും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് ഇതിൽ വരുന്നത്. ഒരു സേഫ് ഹൗസ് പോലത്തെ ഒരു സംഭവമാണ്. അതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോ ലൈറ്റർ വെച്ചിട്ട് കത്തിക്കുകയാണെങ്കിൽ അലാം വെച്ച് വൈൽഡ് ഫയർ ഉണ്ടാവാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ എയർക്വേക്കാണ്. മൊത്തം കാണിക്കണം. അതോ അവരെങ്കിലും ജഡ്ജ് വില്ലേജില്ല. ഇത് വാട്ടർ ലെവലില്ലേ, വെള്ളപ്പൊക്കം ഉണ്ടാകും. വാട്ടർ ലെവൽ പൊങ്ങിക്കഴിഞ്ഞാൽ അലാറം. ഇത് ബാരോമീറ്റർ ആണ്. ഈ ചുഴലിക്കാറ്റൊക്കെ ഉണ്ടാകുമ്പോ ആ പ്രദേശം മൊത്തം എയർ പ്രഷർ കുറയും. അപ്പൊ അത് കുറയും. ഇവിടെ ലൈറ്റ് ഓൺ ആയി തന്നെ കിടക്കും. നവാമുകുന്ദ തിരുനാവായ NMHS തിരുനാവായ. ഇത് സോളാർ ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റും പിന്നെ ഓട്ടോമാറ്റിക് ട്രാഫിക് സിഗ്നലുമാണ്. ഇവിടെ വെളിച്ചടിക്കുമ്പോൾ ഈ സോളാറൊക്കെ നിൽക്കുകയും രാത്രിയാകുമ്പോൾ കത്തുകയും ചെയ്യും. അതേമാതിരി ഈ കൂടെ ഇപ്പോൾ ഒരു വണ്ടി വരികയാണെങ്കിൽ ഇത് കൂടുതൽ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുന്ന ഒരു വളവാണ്. അപ്പോൾ ഈ കൂടെ ഒരു വണ്ടി വരികയാണെങ്കിൽ വണ്ടി ഈ കൂടെ ഇതാകുമ്പോൾ ഈ റെഡ് ലൈറ്റ് എത്തിയിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലാവും ഇവിടെ വണ്ടി വരുന്നുണ്ടെന്ന്. അതേമാതിരി തന്നെ 2 സൈറ്റും ചെയ്തു. നവാമുകുന്ദ തിരുനാവായ. ആരങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു അഗ്നി കാണാം. അഗ്നിക്ക് ആളില്ല. സംഭവം ഹരിതഗ്രഹ പ്രഭാതവും ആഗോളതാപവും. സ്കൂള് GVHS ഫോർ ഗേൾസ് തിരൂര്. ഇത് നേരെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇതെന്ത് സംഭവം? അമീബിക് മസ്തിഷ്ക ജ്വരം. സ്കൂളത് ഫാത്തിമാത. അതിന് പറയണ്ട. ഇതാ മലിനവായു മാറ്റം. മലിനവായു മാറ്റം. ഓക്കെ. നിങ്ങളെ സ്കൂള് എവിടെ സ്ഥലം? വങ്ങാലൂർ. ഓട്ടോമാറ്റിക് പോട്ട് ഹോൾ ഫില്ലിംഗ് മെഷീൻ. സൗണ്ട് പറഞ്ഞാൽ കേൾക്കുള്ളൂ. ഏത് സ്കൂളാണ്? ITHS മരവന്ത. ഇത് കാർബൺ പ്യൂരിഫിക്കേഷൻ. ഇത് നമ്മുടെ പൊല്യൂട്ടഡ് ആയ എയർ ഇതിലൂടെ പ്രോസസ് ചെയ്ത് ക്ലീൻ എയർ ആയിട്ട് MET. അല്ല, ആലത്തൂർ കുറെ പരിപാടി ഉണ്ടല്ലേ സ്കൂളിൽ? TIC സെക്കൻഡറി സ്കൂൾ. TIC സെക്കൻഡറി സ്കൂൾ തിരൂര്. സംഭവം ഇത് എന്താ വേസ്റ്റ് എനർജി ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഞങ്ങള് സ്കൂൾ AMPS വട്ടം. AMPS ഖുറാൻ. ഇതെന്താ സംഭവം? എന്താണ് ഇത്? സ്മാർട്ട് ആൽഗ ബയോറിയാക്ടർ. മക്കൾ പറഞ്ഞ ഇതെന്താ സംഭവം? കാർബൺ ഇത് നമ്മുടെ കുറ്റിയിലെ UPS പടിയം വട്ടം. ഇതാണ് റെഫ്രിജറേറ്റർ. ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വെക്കേണ്ടതെന്നും ഇതിന്റെ പാർട്സുമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതിങ്ങനെ തുറക്കാം.
പച്ചാട്രി PINMS. എന്ത് സംബന്ധമാണ് മാലിന്യമുക്ത നില കേരളം? അങ്ങനെ ആവോ കേരളം? അങ്ങനെ ആക്കാനുള്ള ആവണം, ആക്കണം. ആക്കണം. എന്താ പറഞ്ഞ് ആക്കണ്ടേ? ചെയ്യണത് ഓക്കെ, പെട്ടെന്ന് മതി. ഏത് സ്കൂളാണ്? വെള്ളത്തോൾ. ഓക്കെ പറയും. എന്ത് സംബന്ധമാണ്? പല രീതിയിലുള്ള കൃഷികൾ, പല രീതിയിലുള്ള കൃഷികൾ. ഓക്കെ. പിന്നെ ബോട്ടിൽ ഫാമിങ്. ബോട്ടിൽ ഫാമിംഗ് വെച്ചാൽ പഴയ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ പുനരുപയോഗിച്ച് ചെറിയ തോതിൽ പച്ചക്കറികളും സുഗന്ധ സസ്യങ്ങളും വളർത്തുന്ന ആധുനിക കൃഷി കോട്ട്. ഇത് റെയിൽവേ ലൈനിൻ്റെ കൂടെ പാഴായി പോകുന്ന എനർജിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താനുള്ളതാണ് ഞങ്ങൾ ഈ സിനിമയുടെ MUPS വൈരങ്കോട്. അപ്പോൾ ഒരുപാട് പറയാൻ ഒരുപാട് സ്കൂളുകളുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കാണിച്ച് പോകട്ടാ. ഇതൊന്ന് സംസാരിക്കും കുട്ടികളൊക്കെ സംഭവം. ഇത് മൈക്ക് പിടിക്ക്, പെട്ടെന്ന് പറയണം. ഇത് സംഭവം നല്ല പറയണം. ഇത് ഫ്യൂവൽ ഫ്രം സോളാർ റിയാക്ടർ. അതായത് സോളാർ റിയാക്ടർ യൂസ് ചെയ്തിട്ട് ഫ്യൂവൽസ് ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ്. അതായത് നമ്മുടെ പ്രകൃതി ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അറ്റ്മോസ്ഫിയറിലുള്ള വർധനവ് എന്ന് പറയുന്നത്. അതിനെ എന്താ പറയുക, കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണിത്. ഈ കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ വാട്ടറൊക്കെ യൂസ് ചെയ്തിട്ട് പെട്രോളിയം പ്രൊഡക്ട്സ് നിർമ്മിക്കുകയാണ് ഞങ്ങൾ ഈ പ്രവർത്തനത്തിലൂടെ. അതായത് KHMHS ആലത്തിയൂർ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷ വായുന്ന് പ്രോട്ടീൻ ഉണ്ടാക്കുന്നതാണ്. ഇത് സോളിഡ് പ്രൊഡക്ഷൻ ഫാക്ടറി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് പ്രവർത്തനം പറയണ നിങ്ങളുടെ സ്കൂൾ ഏതാണെന്ന് പറഞ്ഞു. സ്കൂൾ എക്സിബിഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ്. പിന്നെ അധികം സമയം ലേറ്റ് ആക്കണില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യാം.